ലാസ്റ്റ് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇതിന് മുന്നേ താമസിച്ച കൊച്ച്, അതായത് ഇതിനു മുന്നേ എൻ്റെ മ്യൂച്വൽ ഫ്രണ്ട് വഴി കോൺടാക്ട് ചെയ്ത ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് പുള്ളിക്കാരത്തിയുടെ കൊച്ചാപ്പ ഇതിനു മുന്നേ ഇവിടെ താമസിച്ചിട്ടുണ്ട്. കൊച്ചാപ്പ ഗൾഫിലും അവരുടെ ഫാമിലി മാത്രമായിരുന്നു നാട്ടിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫാമിലിയിൽ മോൻ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് മോനും ഇതേ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് 5 മാസമായപ്പോൾ അവർ ആ വീട്ടിൽ നിന്ന് മാറി എന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. അത് എൻ്റെ ഉമ്മച്ചി പറയുന്ന കാര്യം സത്യമാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. കാരണം ആ ഉമ്മച്ചി നമ്മളോട് പറയുന്ന സമയത്തൊന്നും നമ്മളിത് ട്രസ്റ്റ് ചെയ്യുന്നില്ല. സ്ലീപ്പ് പാരലൈസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ കാണാത്ത കാര്യങ്ങളെല്ലാം ഫേക്കാണ്. നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാത്തതും അനുഭവിക്കാത്തൊക്കെ കാര്യങ്ങൾ ഇല്ലയെന്ന് നമ്മൾ ഷാട്ടിയും പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. നമ്മൾ ട്രസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് നമ്മുടെ വീട്ടിൽ വിസിറ്റിന് വന്നപ്പോഴത്തേക്കും അവൾക്കുണ്ടായൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അവൾക്കും ഈ വക കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതായിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ ഷെഡിൽ അവൾ വണ്ടി നിർത്തിയിട്ട് അവളുടെ കൂടെ അവളുടെ കുഞ്ഞുണ്ടായിരുന്നു. അവൾ വണ്ടിയുടെ അകത്ത് ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഫീൽ ചെയ്യാണ് അവളുടെ കുഞ്ഞിൻ്റെ തൊട്ടടുത്തായിട്ട് എൻ്റെ മോള് വന്നിട്ട് അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഇവളുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. ആ സമയത്താണ് ഇവൾ അത് നോക്കിയിട്ട് വണ്ടിയിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കൊച്ചിനെ കാണുന്നില്ല. അപ്പോൾ ഇവളുടെ വിചാരം എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിനോട് ഒറ്റക്കിട്ടിട്ട് ഇവൾ അകത്തോട്ട് ഓടിപ്പോയാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇവൾ കയറി അകത്തോട്ട് വരുമ്പോൾ നമ്മൾ ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവൾ ആകെ വരണ്ടു പോയി. കാരണം ഇവൾ പുറത്ത് ഓൾറെഡി കുഞ്ഞിനെ കണ്ടു, എൻ്റെ കുഞ്ഞിനെ കണ്ടു. അങ്ങനെ ഇവളെ ഡോറ് ബെല്ലടിച്ചിട്ട് ഞാൻ ഡോർ തുറന്നപ്പോൾ ഞാൻ അറിയുന്നില്ലല്ലോ, അവൾ വരുന്ന കാര്യം അറിയത്തില്ല. അപ്പോൾ ഞാൻ വന്നോ എന്നുള്ള രീതിയിൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് അവരുടെ അടുക്കൽ ബിഹേവ് ചെയ്തപ്പോൾ അവൾ ഒന്നുകൂടെ ഷോക്കായി. അപ്പോൾ അവിടെ പുറത്താരും ഇല്ലായിരുന്നു. അവൾക്കുണ്ടായൊരു തോന്നലായിരുന്നു. അത് ശരിക്കും അവൾക്ക് ബാഡായിരുന്നു. പക്ഷെ അന്നാ രാത്രി അവളത് എന്നോട് പറഞ്ഞില്ല. അവൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ എന്നോടത് പറയാനുള്ളൊരു ധൈര്യം തന്നെ അവൾക്ക് കാണിക്കുന്നത്. അന്നത് പറയാൻ നല്ല പേടിയായിരുന്നു. നമ്മളും കൂടെ പേടിക്കണ്ടെന്ന് ഓർത്തിട്ട് അന്നത് പറയാണ്ട് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഒരു കാര്യം നമ്മളോട് പറയുന്നത്. ഇരിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി ഒരു വെള്ളിക്കടയിൽ പോയി. ആ വെള്ളിക്കടയിലുള്ള ആൾക്കാർ കാഷ്വലായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നമ്മളുടെ വീട് ഈ ഒരു ലൊക്കേഷനിലാണെന്ന് അറിയുന്നതും വലിയൊരു സ്റ്റോറിയും അമ്മയിടയ്ക്ക് ഈ പുള്ളിക്കാരൻ പറയുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് അതായത് അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും പേടിച്ച് വരണ്ടു പോവുക ചെയ്യുന്നത്. പക്ഷെ എൻ്റെ അമ്മയുടെ ഒരു സൈഡ് ഞാൻ പറയുകയാണെങ്കിൽ അമ്മ അതിൽ ഭയങ്കര ഹാപ്പി ആകുമായിരുന്നു ചെയ്തത്. കാരണം അത്രയും നാൾ താൻ അനുഭവിച്ച കാര്യം ശരിക്കും ഉള്ളതാണല്ലോ. തനിക്ക് കിളി പോയതോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തോന്നലോ ഒന്നും അല്ലല്ലോ എന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മമ്മ ഹാപ്പി ആകുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. എന്നിട്ട് നമ്മളോട് വന്ന് ഈ കാര്യം ഷെയർ ചെയ്തു. അപ്പോഴും നമ്മൾ പറയുന്നില്ല നമ്മൾ ഈ കാര്യം നേരത്തെ അറിഞ്ഞായിരുന്നു എന്നൊന്നും നമ്മൾ പരസ്പരം പറയുന്നൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് ചെയ്തത്.